യഥാർത്ഥത്തിൽ ഇറാന് യുദ്ധം കല്ലിവല്ലിയാണ്. സാമ്പത്തികമായ രീതിയിൽ വലിയ തകർച്ചയുണ്ടായി, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിഷയം അനുഭവിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് കുറഞ്ഞ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് അതിൻ്റെ സാമ്പത്തിക നില വല്ലാത്ത രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കാതെ പ്രയാസപ്പെടുന്നു. അങ്ങനത്തെ ഒരു രാജ്യം എന്ത് ചെയ്യും? മറ്റു ലോക രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടോ രാജ്യത്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യും. ഇറാനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അഭിമാനം വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച അവർ തയ്യാറില്ല, എത്ര വലിയ ദാരിദ്ര്യ രാജ്യത്തിലേക്ക് അത് കൂപ്പുകുത്തിയാലും. ഈ കാര്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടതാണ് ഇന്ന് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നാണക്കേടും അപമാനവും. ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പൊന്നും ചരിത്രത്തിലില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ ആ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിഭാഗവുമായി ഏറ്റുമുട്ടിയ ഒരു രാജ്യത്തിനും ഒരു വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇറാൻ്റെ ശക്തി മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും 100% പരാജയമാണ്. മൊസാദ് സംഘം വലിയ രഹസ്യ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതും അതോടൊപ്പം തന്നെ ഇറാൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ആയുധ ശക്തിയെക്കുറിച്ചും മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയമാണ്. അതിൻ്റെ ദുരന്തം അവർ അനുഭവിക്കുന്നു എന്ന് ചുരുക്കം. നമുക്ക് നോക്കാം, ഇറാൻ എന്ന് പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യം ഇന്നലകളിൽ പിന്നിട്ട യുദ്ധവും അതുമായി ബന്ധപ്പെട്ട് അവർ അതിജീവനം നടത്തിയതിൻ്റെ ചരിത്ര പാശ്ചാത്തലം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. AD 449 മുതൽ 499 വരെ പേർഷ്യൻ സാമ്രാജ്യം ഗ്രീക്കുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അവസാനം പേർഷ്യൻ സാമ്രാജ്യം വിജയിച്ചു. അതാണ് എൻ്റെ ചരിത്ര പാശ്ചാത്തലത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമയത്ത് തിളക്കമുള്ള ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. AD 633 മുതൽ 654 വരെ അറബ് പേർഷ്യൻ യുദ്ധം നടന്നു. ഖിലാഫത്ത് പ്രക്ഷോഭം, ഖിലാഫത്ത് സംവിധാന കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ കാലത്ത് സസാനിയൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. 17-ാം നൂറ്റാണ്ടിൽ ഓട്ടോമാൻ സാമ്രാജ്യം സഫവീദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. അവിടെയും അങ്ങനെ തന്നെയാണ് സംഭവം. 18-19 നൂറ്റാണ്ട് കാലത്തിൽ റൂസോ പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് യുദ്ധം നടന്നു. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം. 980 കാലത്തിൽ, അത് ഇസ്ലാമിക വിപ്ലവം 979 നടക്കുന്നു. അതിനുശേഷം ഒരു യുദ്ധം വരുന്നു. ഇവിടെയാണ് ചരിത്രം വളരെ പ്രാധാന്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതായത് ഇറാനിയൻ ചരിത്രം. 979 വരെ ആ രാജ്യം ഭരിച്ചിരുന്നത് അമേരിക്കയുടെയും പടിഞ്ഞാറൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള ഒരു രാജ്യഭരണ സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെ 979 ആയത്തുള്ള അലി ഖൊംനായി എന്തു ചെയ്തു? ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് 979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അതുവരെ വലിയ പോരാട്ടങ്ങളും യുദ്ധങ്ങളും കെടുതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അങ്ങനെ ആ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തൊട്ടടുത്ത വർഷം 1980 ഇറാഖ് ഇറാനെ ആക്രമിക്കുന്നു. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ 947 ഇന്ത്യ സ്വതന്ത്രമായി എന്നല്ലാതെ ആ സ്വതന്ത്രമായിരിക്കുന്ന ഇന്ത്യയെ ഒരു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആക്കാൻ വേണ്ടി വല്ലാതെ കഠിന ശ്രമം നടത്തേണ്ടി വന്നിട്ട്. കാരണം ഇവിടെയൊക്കെ ഗ്രാമഗോത്ര വിഭാഗങ്ങളായിരുന്നു. അവരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യമായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നത്. അപ്പോൾ പട്ടേലായിരുന്നു അതിൻ്റെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വെച്ച് നമുക്കറിയാം. അപ്പോൾ കാശ്മീർ ആ സമയത്തൊന്നും എന്ത് ചെയ്തില്ല, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നിട്ടില്ല. അങ്ങനെ കുറേ വിഷയം ഉണ്ടായി. പിന്നെ കാശ്മീരിനെ പാകിസ്ഥാൻ ആക്രമിച്ചു. അപ്പോൾ സഹായം തേടി കാശ്മീർ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് കാശ്മീരിന് സഹായം നൽകുന്നു. അങ്ങനെ പാകിസ്ഥാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ചില കരാർ 370-ാം വകുപ്പ് ഇപ്പോൾ BJP എടുത്തു കളഞ്ഞ ആ കരാർ വ്യവസ്ഥയൊക്കെ അന്നുണ്ടായതാണ്. ആ കരാർ വ്യവസ്ഥ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത്. അതായത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കാശ്മീരിൽ പോയിട്ട് ഭൂപ്രദേശം വാങ്ങാൻ വേണ്ടിയിട്ട് അനുവാദമില്ലാത്ത ഒരു പ്രത്യേകപരമായിരിക്കുന്ന നിയമ സംവിധാനമാണ് 370-ാം വകുപ്പ് എന്ന് പറയുന്നത്. അതെല്ലാം കൂടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് കാശ്മീരെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തിയതെന്ന് ചുരുക്കം. ഇത് എല്ലാ രാജ്യത്തിനും ബാധകമാണ്. 979 ഇസ്ലാം വിപ്ലവം നടന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യമായിട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുകയും അതിന് കൃത്യമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമായി നിൽക്കുന്ന ആ കാലത്ത് 980 തൊട്ടടുത്ത വർഷം ഇറാഖ് ആക്രമിക്കുന്നു. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ നല്ലൊരു അവസരമാണെന്ന് ഒരുപക്ഷെ കണ്ടോ മനസ്സിലാക്കിയിട്ടോ ആയിരിക്കാം.
അന്ന് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും വല്ലാത്ത രീതിയിൽ കുറയുകയും എന്നാൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക ശക്തിയും ബലവും ഉള്ള രാജ്യവുമായിരുന്നു. രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യമായിരുന്നു ഇറാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ എല്ലാവിധ സഹായം കിട്ടി. ഇവിടെ ഇസ്ലാമിക വിപ്ലവം നടന്നതോട് കൂടിയിട്ട് ഈ സാമ്രാജ്യ സംവിധാനത്തെ തകർക്കണമെന്ന് അമേരിക്ക ഇറാഖിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടുന്ന് വലിയ രീതിയിൽ നൂതനപരമായിരിക്കുന്ന ആയുധ സഹായങ്ങളെല്ലാം അമേരിക്ക ഇറാഖിന് ചെയ്തു കൊടുക്കുന്നത് സദ്ദാം ഹുസൈനാണ് ഭരണത്തിൽ. ഇവിടെ യുദ്ധം ആരംഭിക്കുന്നു. ആ ഒരു സമയത്തിലാണ് സോവിയറ്റ് യൂണിയൻ ആരെ സഹായിക്കുന്നത്? ഇറാനെ സഹായിക്കുന്നത്. ആ നന്ദി അവർക്ക് ഇപ്പോഴും ഉണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇറാഖിനെ നേരിടുന്നു. 8 കൊല്ലം യുദ്ധം നടന്നു. 8 വർഷം യുദ്ധം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കതൊരു അത്ഭുതമായിട്ട് തോന്നും. കുറച്ച് കാലം മുമ്പ് വരെ, ഒരു 4-5 കൊല്ലം മുമ്പ് വരെ അത്ഭുതമായി തോന്നും. ഇപ്പോൾ അത്ഭുതമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധം നടത്തിയിട്ട് 5-ാം കൊല്ലമാണ്. അപ്പോൾ അന്ന് 8 കൊല്ലം എന്നൊക്കെ 8 വർഷം യുദ്ധമോ 2-3 ദിവസം കൊണ്ടൊക്കെ യുദ്ധം അവസാനിക്കും. അതിൻ്റെ കെടുതിയോ വിഷയങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എന്നാൽ 8 കൊല്ലം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞത് ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്നവരെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ അത് വലിയ പ്രയാസമല്ല, ഈസിയായി വന്നിരിക്കുന്നു. കാരണം 2 വർഷത്തിലധികമായി ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. എന്നിട്ടും അവിടെ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനത്തെ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 8 വർഷത്തെ യുദ്ധത്തിൽ 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഇറാൻ്റെ ഒരു തരിശ് ഭൂമി പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഇറാഖ് ഇങ്ങോട്ട് വന്നിട്ട് വെടിനിർത്തൽ കരാർ പറഞ്ഞിട്ട് വിഷം തീർക്കുകയാണ് ചെയ്തത്. അവിടെ സത്യത്തിൽ അവിടെ ജയിച്ചത് ഇറാൻ തന്നെയാണെന്ന് ചുരുക്കം. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശത്രുവിനെ ശക്തി മനസ്സിലാക്കാതെ വന്നിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അവസാനിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കെടുതികളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും യുദ്ധവും അതുമായി ബന്ധപ്പെട്ട അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പതിറ്റാണ്ടുകളെ തലമുറയായി അനുഭവിച്ച ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം കാട്ടിക്കാനായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പുല്ലാണ്. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് തയ്യാറാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഏതെങ്കിലും രാജ്യം യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയും. യുദ്ധം എങ്ങനെയെങ്കിലും തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. തുടങ്ങിയാൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് പറയാം. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തയ്യാറോ. കാര്യം അതിൻ്റെ ദുരിത ഫലങ്ങൾ ഒരു സർക്കാരോ സൈനികരോ മാത്രമാണ് ആ രാജ്യത്തിലെ എല്ലാവരും അനുഭവിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഈ പ്രയാസകരമായിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നു. ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ അടുക്കള വരെ ആ യുദ്ധം എത്തിയിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ സ്ഥിതിയും വിലയിരുത്തുന്ന സമയത്ത് ഏറെക്കുറെ ഇങ്ങനെയാണെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. യുദ്ധത്തേക്കാൾ മാരകമായിരിക്കും അതിൻ്റെ പരിണത ഫലങ്ങൾ. അത് വളരെ കൃത്യമാണ്. അത് ഇനി ഇതിന് ശേഷം, അതായത് അമേരിക്ക ഇപ്പോൾ രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം, തങ്ങൾക്ക് എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈനികർ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആയുധങ്ങൾ എത്ര നഷ്ടപ്പെട്ടു, ഇതിനെക്കുറിച്ച് ഒരു വിവരം പുറത്തു വന്ന് വരാനിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ നീണ്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പേർഷ്യയാണ് അല്ലെങ്കിൽ പേർഷ്യൻ കടലും ഓർമുസ് കടലും ഒക്കെയാണ് യുദ്ധത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കക്ഷികളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ആരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. പേർഷ്യൻ കടലിലെ ജീവനക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ശ്രമം നടത്തണം എന്നുള്ളതാണ്. അഥവാ പേർഷ്യൻ കടലിൽ ഓർമുസ് കടലിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് കപ്പലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇവർ തടഞ്ഞതാണ്, അമേരിക്ക തടഞ്ഞിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ജീവനക്കാരെ ഒഴിവാക്കണം. അറേബ്യൻ പൗരന്മാർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സേവന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് രാജ്യം വിട്ടു പോകണം. പേർഷ്യൻ കടലിൽ ഡസൻ കണക്കിന് കപ്പലുകൾ തിരിച്ചു പോകാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഈ വിഷയത്തിൽ ഇറാൻ ഇടപെടുകയാണ്. അഥവാ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളും തങ്ങളുടെ കപ്പൽ അന്യായമായ രീതിയിൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പിന്തുണയുള്ള, അമേരിക്കയോട് ചേർന്ന് നിലനിൽക്കുന്ന എല്ലാ കപ്പലുകൾക്ക് നേരെയും ശക്തമായ രീതിയിൽ ആക്രമണം തങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ പറയുന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതിനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഒന്ന്, അമേരിക്ക പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് അവർ മാറ്റി പറയും. നിലപാടുകൾ മാറ്റും, അഭിപ്രായങ്ങൾ മാറ്റും, സമീപനങ്ങൾ മാറ്റും. നാളെ യുദ്ധം എന്ന് പറഞ്ഞാൽ നാളെ യുദ്ധം ഇല്ല എന്ന് പറയും. അങ്ങനത്തെ പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർ വാക്കിന് മാറ്റം വരുത്തില്ല. അതുകൊണ്ട് വലിയ ഭയപ്പാടിലാണ്. പേർഷ്യൻ കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. കപ്പലുകൾ തങ്ങൾ പിടികൂടും.
അതിൻ്റെ കാര്യം എന്താണ്? ഞങ്ങളുടെ കപ്പലുകൾ പിടികൂടാൻ യാതൊരു ധാർമ്മികപരമായ അധികാരവും അമേരിക്കയ്ക്ക് ഇല്ലാതിരിക്കെ അവരത് പിടികൂടിയതിന് തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടി നൽകും. ആ തിരിച്ചടി മാരകമായിരിക്കും, ഭയാനകരമായിരിക്കും. ആ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് കപ്പലുള്ള ജീവനക്കാർ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ്റെ കപ്പലുകളെ കൊടുക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല. രണ്ട് തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമേരിക്ക പറയുന്ന കാര്യം അതിൽ ജീവനക്കാരെ വിട്ടുകൊടുത്തിരിക്കുന്ന അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ്റെ കപ്പലിനെ വിട്ടുകൊടുക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ട് സ്ഥിരീകരിക്കാത്ത കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കല്ലി വലിയാണ്, അവർക്കത് വിഷയമൊന്നുമില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൻ്റെ മധ്യസ്ഥതക്കല്ല, വെടിനിർത്തലിനല്ല, യുദ്ധവിരാമത്തെക്കുറിച്ചല്ല, ഞങ്ങൾ യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നു, യുദ്ധത്തിന് തയ്യാറാണ് എന്ന് വീണ്ടും പറയാനുള്ള കാരണം തലമുറയായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അതിജീവിക്കാൻ വേണ്ടി പഠിച്ച ഒരു സമൂഹത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. ആ രാജ്യം, അവിടുത്തെ ജനങ്ങളും ഏറെക്കുറെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.